ഭൂമിയെയും സൃഷ്ടിച്ചു വഴി നടത്തുന്ന സർവശക്തനായ എന്റെ ദൈവം അല്ലാഹുവേ, യേശു ക്രിസ്തു ആരാണെന്ന സത്യം നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അല്ലാഹുവേ, ഖുർആൻ അങ്ങയുടെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഖുർആൻ മുഴുവനും വായിക്കും. ഈ ഖുർആനിനകത്ത് യേശുവിനെ കുറിച്ച് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. കാരണം അങ്ങാണ് എന്റെ ദൈവം, ഖുർആൻ അങ്ങയുടെ വചനമാണ്. അങ്ങ് തന്നെ വേണം എന്നെ പഠിപ്പിക്കാൻ യേശു ക്രിസ്തു ആരാണ് എന്ന അല്ലാഹുവിനോട് പ്രാർത്ഥന. എന്റെ ദൈവത്തോട് പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ ഖുർആൻ തുറന്ന് വായിക്കാൻ തുടങ്ങി. ഖുർആനിനകത്ത് 114 അധ്യായങ്ങളുണ്ട്. ഒന്നുറക്കെ പറഞ്ഞ്, എത്ര അധ്യായങ്ങൾ? 6666 വാക്യങ്ങളുണ്ട്. എത്ര വാക്യങ്ങൾ? ഞാൻ ഈ ഖുർആൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മുഹമ്മദ് നബിയുടെ പേര് കണ്ട സ്ഥലങ്ങളിൽ അടിയിൽ വരയിട്ടു. അദ്ദേഹമാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപക നേതാവ്, ഖുർആനിനെ ഈ ലോകത്തിലേക്ക് തന്നയാള്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഖുർആനിൽ വെറും 4 സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടത്. എന്നാൽ അതേ ഖുർആനിൽ യേശു ക്രിസ്തുവിന്റെ പേര് 25 സ്ഥലങ്ങളിലാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ ഖുർആനിന്റെ 3-ാം അധ്യായം 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഖുർആൻ 3-ാം അധ്യായം, അധ്യായത്തിന്റെ പേര് മറിയമിന്റെ കുടുംബം, 45 മുതൽ 50 വരെയുള്ള 5 വാക്യങ്ങൾ. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ, ജിബ്രീൽ മലക്ക് മറിയത്തോട് പറഞ്ഞു. ജിബ്രീൽ മലക്ക് എന്ന് പറഞ്ഞാൽ ഗബ്രയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം. മറിയമേ, അല്ലാഹു അവന്റെ വചനത്തെയും ആത്മാവിനെയും നിന്റെ ഉദരത്തിൽ വിടുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും. ഈസൽ മസീഹ് എന്ന് പേരിടണം. എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹ എന്നർത്ഥം. إذا قضى أمرا فإنما يقول له كن فيكون. മറിയം പ്രാർത്ഥിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഹിതം എന്നിൽ നടക്കട്ടെ എന്ന്. അപ്പോൾ ദൈവാത്മാവിനാലും ദൈവവചനത്താലും മറിയം ഗർഭിണിയായി എന്ന് വിശുദ്ധ ഖുർആൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ഖുർആൻ പറയുകയാണ്, 9 മാസങ്ങൾക്ക് ശേഷം മറിയം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. യഹൂദന്മാര് മറിയമിന്റെ അരികിൽ വന്ന് പറഞ്ഞു, മറിയമേ, അവിവാഹിതയായ നിനക്ക് കുഞ്ഞ് ജനിച്ചത് വ്യഭിചാരത്തിലായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന്. കുഞ്ഞിന്റെ വയസ്സ് 2 ദിവസം. 2 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി യഹൂദന്മാര് വന്നപ്പോൾ കുഞ്ഞ് തൊട്ടിലിൽ എഴുന്നേറ്റ് നിന്ന് യഹൂദരെ നോക്കിയിട്ട് പറഞ്ഞു അത്രേ, ഓ യഹൂദ ജനങ്ങളെ, ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചവനല്ല, പ്രത്യുത ദൈവത്തിൽ നിന്ന് വന്നവനാകുന്നു. 2 ദിവസം പ്രായമുള്ള ഈശോ സംസാരിച്ചെന്ന് ഖുർആൻ. അടുത്ത വാക്ക് ഖുർആൻ പറയുന്നു, വയഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത്ത വൽ ഇൻജീൽ. യേശുവിന് തൗറാത്ത് എന്നും സബൂർ എന്നും ഇൻജീൽ എന്നും പേരുള്ള 3 പുസ്തകങ്ങളെ അള്ളാഹു സമ്മാനിച്ചു. തൗറാത്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, തോറ. ഇനി സബൂർ എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകങ്ങൾ, സാംസ് ഓഫ് ഡേവിഡ് ആൻഡ് സോളമൻ, ഇൻക്ലൂഡിംഗ് ഓൾ നബിഉം ആൻഡ് കെതുബിൻ. പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളുണ്ടല്ലോ പഴയ നിയമത്തിലെ, ജോഷുവ മുതൽ മലാക്കി വരെയുള്ള എല്ലാ പുസ്തകങ്ങളും സബൂർ. ഇൻജീൽ എന്ന് പറഞ്ഞാൽ ഏവങ്കേലിയോ എന്ന് പറയും. അപ്പൊ ഏവങ്കേലിയോ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം, സുവിശേഷം എന്നർത്ഥം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അയ്യോ ഹല്ലേലൂയ. ഒരു ഇസ്ലാമിക സ്ഥാപനത്തിലാണ് ഇദ്ദേഹം പഠിച്ചത്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഇസ്ലാമിന്റെ എല്ലാ രീതികളും ഫോളോ ചെയ്ത് ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ കുടുംബക്കാർ കൊണ്ടുപോയി ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിക്കാനാക്കുന്നു. 8 വർഷത്തോളം പഠിച്ച് അദ്ദേഹം പാണ്ഡിത്യം നേടിയെങ്കിലും ഒരു പള്ളിയിലെയും മെയിനായിട്ട് വരാൻ, അതായത് കാളിയായിട്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം കൊച്ചച്ഛനാക്കി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എന്തിനാണ് നമ്മൾ ഈ വിഷയം ഇവിടെ എടുക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇദ്ദേഹം മുസ്ലിങ്ങളെ വല്ലാതെ പ്രീണിപ്പിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഈ സാഹചര്യത്തിൽ, ഈ കേരളത്തിൻ്റെ മാറി മാറി വരുന്ന മത സാഹചര്യങ്ങളിൽ, മതഭീകരതയുടെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്, വലിയ ഒരു കടമ്പ തന്നെയാണ്. അതൊരു വലിയ ടാസ്ക്കാണ്. ജീവൻ പണയം വെച്ച് നമ്മൾ കൊണ്ടുപോകേണ്ടുന്ന ഒരു ടാസ്ക്കാണ് എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായിരുന്നാലും അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല.
അദ്ദേഹം ഇനിയും ഇസ്ലാമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. ഒരു പക്ഷേ ഇദ്ദേഹം അന്ന് ഇസ്ലാമിനെ വിട്ടു വന്നെങ്കിലും ഇന്ന് ആ ഇസ്ലാം തന്നെയാണോ ശരി എന്നൊരു വേള അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നുണ്ടോ? അദ്ദേഹം പറയുന്നു, രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയോ ആ രീതി ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത വിഷയമാണ്. ഇത് അതിന്റെ അർത്ഥം ഞങ്ങളൊക്കെ മതത്തെ തമ്മിൽ അടുപ്പിക്കുന്നു എന്നാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഇത് മതത്തെ തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഈ വസ്തുതകൾ തുറന്നു പറയുന്നത്. ഇസ്ലാം എന്താണ്, എന്തല്ല, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ആളുകൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നത്, മർദ്ദിക്കപ്പെടുന്നത്, അവരുടെ ആശയങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്ത് സ്വതന്ത്രമായും സ്വസ്ഥമായും നിർഭയം തുറന്നു പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ മതത്തിന്റെ ബാലിശമായ ഇത്തരം അനാചാരങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും അക്രമങ്ങളും രക്തക്കൊതിയും അതുപോലെ പെണ്ണുങ്ങളെ സംബന്ധിക്കുന്ന കഥകളും 1001 രാവുകളെ വെല്ലുന്ന മുത്തുച്ചിപ്പിയെ വെല്ലുന്ന ഇത്തരം കഥകളുമൊക്കെ തുറന്നു പറയുന്നത് രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാനല്ല, മറിച്ച് ഈ മതം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇപ്പോ നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ പറയുന്നു, ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇപ്പോൾ സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നപ്പോൾ മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ച വ്യക്തി ചെയ്യുന്നത് എന്ന് കേൾക്കാം. ഇസ്ലാമിൽ നിന്ന് കത്തോലിക്ക മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കിയുടെ വീഡിയോ ക്ലിപ്പുകൾ പല റോമൻ കത്തോലിക്കരും എനിക്ക് അയച്ചു തന്നിട്ട് ഈ പറയുന്നത് സത്യമാണോ, സത്യമല്ലെങ്കിൽ ഇതിനൊരു മറുപടി കൊടുക്കാമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് 7-8 കൊല്ലത്തിന് മുകളിലായി. ഞാൻ മനഃപൂർവ്വം മറുപടി വീഡിയോകളൊന്നും ചെയ്യാതിരുന്നതാണ്. റോമൻ കത്തോലിക്ക മത നേതൃത്വമാണ് മാരിയോ ജോസഫിനെ തിരുത്തേണ്ടത്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞാണ് ഞാൻ ആ ക്ലിപ്പുകൾക്ക് മറുപടി പറയാതെ അവഗണിച്ചു വിട്ടത്. ഈ സുലൈമാൻ തുർക്കിയെ ഞാനും 5-8 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത്. എന്നെപ്പറ്റി സുലൈമാൻ തുർക്കി പലരോടും മോശമായി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എനിക്കറിയാം. കേട്ട ആളുകൾ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്, എന്തുകൊണ്ടാണ് മാരിയോ ബ്രദറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അതിനൊരു വിശദീകരണം പോലും ഇതുവരെ ഞാൻ കൊടുക്കാൻ നിന്നിട്ടില്ല, അവഗണിച്ചു വിട്ടിട്ടേ ഉള്ളൂ. വ്യക്തിപരമായി എനിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അത് അവഗണിക്കുക എന്നുള്ളതാണ് എന്റെ ശീലം. ഈ സുലൈമാൻ തുർക്കിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ആദ്യമായി പോസ്റ്റ് ചെയ്തത് എപ്പോഴാണെന്ന് പോലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുലൈമാൻ തുർക്കിയുടെ സ്വന്തം സ്ഥാപനമായ ഫിലോക്കാലിയുടെ ധ്യാനം കൂടുന്നതിന് 1000 രൂപ ചാർജ് വാങ്ങുന്നതിന്റെ വിശദീകരണമായി മറ്റ് ധ്യാന കേന്ദ്രങ്ങളെല്ലാം ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആണ് എന്ന് പരിഹസിച്ചുകൊണ്ട് സുലൈമാൻ തുർക്കിയും ഭാര്യയും കൂടി ഒരു വീഡിയോ ഇറക്കിയിരുന്നു. എതിർപ്പുകൾ രൂക്ഷമായതോടെ കത്തോലിക്ക മത നേതൃത്വം ഇടപെട്ടതിന്റെ ഫലമായി സുലൈമാൻ തുർക്കി ആ വീഡിയോ പിൻവലിച്ചിരുന്നു. എങ്കിലും ആ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. അവർ ചോദിക്കുന്ന ഒരു കാരണമുണ്ട്. കേരളത്തില് ഏകദേശം 175ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട് ക്രിസ്തീയ. അപ്പൊ ആ ധ്യാന കേന്ദ്രങ്ങളെല്ലാം മിക്കയിടത്തും 300 രൂപ അല്ലെങ്കിൽ 500 രൂപയാണ് ഫീസ്. അപ്പോൾ അവർ ചോദിക്കുന്ന ന്യായമായ ചോദ്യമാണ്. അപ്പൊ അതെന്തുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യുന്നു? ഈ പറഞ്ഞ ധ്യാന കേന്ദ്രങ്ങളെല്ലാം ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് ആണ്, ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും ധ്യാന കേന്ദ്രം. എന്നിട്ട് ഇവർ ധ്യാനത്തിന് വരുമ്പോൾ ഫീസ് 300 ആയിരിക്കും, ചിലപ്പോൾ 500 ആയിരിക്കും. പക്ഷേ ധ്യാനത്തിന്റെ ഇടയിൽ സ്തോത്ര കാഴ്ച വാങ്ങും. സ്തോത്ര കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പിരിവാണ്, അത് സദക്ക അല്ലെങ്കിൽ ഒരു ചാരിറ്റി പിരിവാണ്. അതെങ്ങനെയാണ് ധ്യാന കേന്ദ്രത്തിൽ പല കാരണങ്ങൾ പറയാം. ഞങ്ങൾക്ക് വൃദ്ധമന്ദിരമുണ്ട്, ഞങ്ങൾ അനാഥരെ പോറ്റുന്നുണ്ട്, ഫ്രീ ആയി ധ്യാനിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത്ര ചെലവുണ്ട്, ഇത്ര ചെലവുണ്ടെന്ന് പറഞ്ഞത് വാങ്ങും. നമ്മളിപ്പോ നടത്തിയ ഒരൊറ്റ ബാച്ചിലും ഞങ്ങൾ ഈ തോത്ര കാഴ്ചയോ അല്ലെങ്കിൽ പിരിവ് എടുത്തിട്ടില്ല. മാത്രമല്ല ഈ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസവും എനിക്കില്ല. ഞങ്ങൾക്കില്ല. ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അതായത് ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് നമ്മുടെ തത്സമയം ചെയ്യുന്നു. കൈതട്ടി വേറൊരു ഭാഗത്തേക്ക് ചാരി ഈറ്റബിൾ ട്രസ്റ്റ്. ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി എന്നിട്ട് അത് പകുതി ചെലവാക്കി പകുതി പലയിടത്തും പോയി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആഗ്രഹമൊന്നുമില്ല. നമുക്ക് ഇത്രേ ഉള്ളൂ, ഈ ഫിലോക്കാലിയ മനുഷ്യന് കുറെ ബോധ്യങ്ങൾ നൽകുന്ന ഒരു ധ്യാനമാണ്. അതിന് അവർ വരുന്ന ആൾക്ക് താമസിക്കാനും കഴിക്കാനുള്ളതാണ്, അല്ലാതെ ഞങ്ങൾ ഇതിൽ നിന്നൊന്നും ഉണ്ടാക്കുന്നില്ല. തെറ്റിദ്ധരിക്കല്ലേ മനുഷ്യന്മാരെ. തെറ്റുകളും ഇതിനകത്ത് ഒരുങ്ങിയിട്ടുണ്ട്. അയ്യോ, ധ്യാനം എന്ന പേര് കൊണ്ട് ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവിടെ വന്ന് കൈ ഉയർത്തി ഓടി ചാടി ബഹളം വെച്ച് സ്തുതിപ്പൊക്കെയാണ്, പാട്ടൊക്കെ. അങ്ങനെയൊന്നും ഇതിലില്ല കേട്ടോ. ആവശ്യത്തിന് സ്തുതിപ്പുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വെറുതെ അങ്ങനെ ഒരു ബഹളമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ബോധ്യതലത്തിൽ വിശ്വാസം എന്താണെന്ന്, പ്രത്യേകിച്ച് നമ്മളുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യാനുള്ള ഒരു അറിവാണ്, ബോധ്യമാണ്. കോഴിക്കോടുള്ള ബാബു ജോസ് എന്ന ഒരു കത്തോലിക്കനായ വ്യക്തി ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം അതിനെതിരായിട്ട് എഴുതുകയും ചെയ്തു. ആ
വീഡിയോ ഇട്ടിട്ട് കുറെ കാര്യങ്ങൾ ചോദ്യരൂപേണ എഴുതിയിടുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനെതിരെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഈ സുലൈമാൻ തുർക്കിയുടെ ഭാര്യ ഒരു പരാതി കൊടുക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി കോഴിക്കോട് നിന്ന് ബാബു ജോസ് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാമെന്ന് കരുതി ഞാനും ഷിജുമോൻ ബ്രദറും കൂടി രാവിലെ തന്നെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരുന്നു. ഉച്ചവരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷന് പുറത്ത് കാത്തു നിന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, വേറെയും കുറെ ആളുകൾ, അധികവും കത്തോലിക്കരായിരിക്കുന്ന ആളുകൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നത്. അതിന്റെ 10-30ഓളം പേരുണ്ടായിരുന്നു. ആ സമയത്താണ് സുലൈമാൻ തുർക്കിക്ക് കൊരട്ടി പോലീസ് സ്റ്റേഷനിലുള്ള സ്വാധീനം ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഏതായാലും ബാബു ജോസിനെ കൊണ്ട് കൊരട്ടി പോലീസ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാൻ കുറെ ശ്രമിച്ചു. അതെനിക്ക് മാന്യമായ ഒരു പരിപാടിയായി തോന്നിയില്ല. ബാക്കിയുള്ള ധ്യാന കേന്ദ്രക്കാരെയൊക്കെ സുലൈമാൻ തുർക്കിക്ക് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് വിളിച്ച് പരിഹസിക്കാം. പക്ഷെ ആ പരിഹാസത്തിന് ആരെങ്കിലും മറുപടി ഇട്ടാൽ ഭാര്യയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് പോലീസിനെ ഉപയോഗിച്ച് ആ മറുപടി ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് മാന്യന്മാർക്ക് ചേർന്ന പണിയല്ലല്ലോ. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് എന്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എനിക്കെതിരെ കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. സുലൈമാൻ തുർക്കിക്കെതിരെ ഞാൻ ഇട്ട ആദ്യത്തെ വീഡിയോ അതാണ്. എതിരെ എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം തന്നെ ഇട്ട വീഡിയോ ആണ്. അതാണ് ഞാൻ പിന്നെ ഇട്ടത്. അപ്പൊ പോലീസ് കേസ് നേരിടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, സുലൈമാൻ തുർക്കിയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ എനിക്കെതിരെ കേസ് ഒന്നും കൊടുത്തില്ല. ഇതിലൊരു ഐറണി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസം എനിക്കില്ല എന്ന് സുലൈമാൻ തുർക്കിയും അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ സുലൈമാനെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾക്കില്ല എന്ന് സുലൈമാൻ തുർക്കിയുടെ ഭാര്യയും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആ ഭാഗം മാത്രം കേട്ടു നോക്കാം. മാത്രമല്ല, ഈ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസവും എനിക്കില്ല. ഞങ്ങൾക്കില്ല. ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അതായത് ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി എന്നിട്ട് അത് പകുതി ചെലവാക്കി പകുതി പലയിടത്തും പോയി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആഗ്രഹമൊന്നുമില്ല. ഒരു കാലത്ത് മറ്റുള്ള ധ്യാന കേന്ദ്രക്കാരെ എല്ലാം ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്നും പറഞ്ഞ് പരിഹസിച്ചിരുന്ന ഇതേ സുലൈമാൻ തുർക്കിയുടെ സ്വന്തം സ്ഥാപനമായ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഇപ്പോ ഒരു ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആണെന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഐറണി. അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, കാശ് കൊടുക്കാൻ പറയുന്ന സംഭവമുണ്ട്, സംഭാവനയൊക്കെ എന്തെങ്കിലും കൊടുക്കാം. അപ്പൊ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൊണേറ്റ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിലോക്കാലിയ ചാരി ഈറ്റബിളിന് വേണ്ടി പണം പിരിക്കാൻ 2 ബാങ്ക് അക്കൗണ്ടുകൾ കൊടുത്തിട്ടുള്ളത് കാണാം. ഒന്ന് ഫെഡറൽ ബാങ്ക് കോട്ട ബ്രാഞ്ചിലും മറ്റൊന്ന് SBI മുരിങ്ങൂർ ബ്രാഞ്ചിലും. ആ 2 ബാങ്ക് അക്കൗണ്ടുകളും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണുള്ളത്. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ തന്നെ. സുലൈമാനോടും ഭാര്യയോടും എനിക്ക് ചോദിക്കാനുള്ളത്, പഴയ ബോധ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി അതിൽ പകുതി ചിലവാക്കി പകുതി പലയിടത്തും പോകുന്നതിൽ ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരിക്കും എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? സുലൈമാൻ തുർക്കി ഫിലോക്കാലിയ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയതോടെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന എല്ലാ മതസ്ഥരിൽ നിന്നും എന്തെങ്കിലും സംഭാവനകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ധ്യാനത്തിലൊക്കെയാണ് വിളിക്കുന്നെങ്കിൽ, ധ്യാനഗുരുവായിട്ട് ധ്യാനത്തിനാണ് വിളിക്കുന്നതെങ്കിൽ കത്തോലിക്കൽ മാത്രമേ വിളിക്കുകയുള്ളൂ, വേറെ പുറമേ ആരും വിളിക്കുകയില്ല. പക്ഷെ ഒരു ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അദ്ദേഹത്തിന്റെ ഭാഷയാണ്, എന്റെ ഭാഷയല്ല, ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് സംഭാവന വാങ്ങുമ്പോൾ അത് കത്തോലിക്കൽ മാത്രമല്ല പല ആൾക്കാരിൽ നിന്ന് കിട്ടും. ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും ചിലപ്പോൾ നിരീശ്വരവാദികളിൽ നിന്നും ഇനി കത്തോലിക്കലല്ലാത്തവരും അങ്ങനെ പല ആൾക്കാരിൽ നിന്ന് കിട്ടും. ചാരിറ്റിക്ക് വേണ്ടി പണം മുടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പല ആൾക്കാരിൽ നിന്ന് പണം കിട്ടും. അതിനുള്ള ചാൻസ് ഉണ്ടല്ലോ. അങ്ങുമുണ്ട് ഇങ്ങുമുണ്ട് വെന്തചോറിൽ കൂറുമുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോ സുലൈമാൻ തുർക്കിയുടെ അവസ്ഥ. ഞാനിങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല, അതുകൊണ്ട് വീഡിയോ തന്നെ ഇടാം, കണ്ടും കേട്ടും നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. ഷാലോം അലൈക്കും, അസ്സലാമു അലൈക്കും, ഓം ശാന്തി. നിങ്ങൾക്ക് സമാധാനം. അസ്സലാമു അലൈക്കും, ഓം ശാന്തി, ഷാലോം അലൈക്കും. മനസ്സിലായല്ലോ. എല്ലാ വിഭാഗക്കാരിൽ നിന്നും ചാരി ഈറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് സംഭാവന കിട്ടാൻ വേണ്ടിയാണ് അസ്സലാമു അലൈക്കും, ഓം ശാന്തി, ഓം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായ? എല്ലാ കൂട്ടരെയും സുഖിപ്പിച്ചു നിർത്തുക, അതാണ് ലക്ഷ്യം. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കാത്തിടത്തോളം കാലം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും ഇവർ ഈ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, മറ്റാളുകൾ, കത്തോലിക്കരിൽ തന്നെയുള്ള ആളുകൾ, അവരൊന്നും പണം ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി പണി കാണിച്ചതായി ഇതുവരെ എന്റെ അറിവിലില്ല. ആ കൂട്ടരാരും ഇതുപോലെ അസ്സലാമു അലൈക്കും എന്നോ ഓം ശാന്തി ഓം ശാന്തി ഓം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടൊന്നും എന്റെ അറിവിലില്ല. ഞാനിപ്പോ എന്തുകൊണ്ടാണ് സുലൈമാൻ തുർക്കിക്കെതിരെ ഈ വീഡിയോ ഇടുന്നത് എന്നുള്ള കാരണം ആദ്യമേ പറയാം. ഈ സുലൈമാൻ തുർക്കിയുടെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നടത്തുന്ന ധ്യാനങ്ങളിലെല്ലാം
ഇസ്ലാമിനെയും ഖുറാനെയും മുഹമ്മദിനെയും ഒക്കെ പൊക്കി അടിക്കുന്നത് സ്ഥിര സംഭവമാണ്. അതെ, ഞാനും കേട്ടു. ഈ ദിവസങ്ങളിലായി അങ്ങനെയുള്ള ധാരാളം ക്ലിപ്പുകൾ പല കത്തോലിക്കരും ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഇട്ട് തരാറുണ്ട്. നിങ്ങളെല്ലാം കൂടി ഞങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. പക്ഷേ ഈ മാരിയോ ജോസഫ് ഇസ്ലാമിനെ വെള്ളപൂശിക്കൊണ്ട് ആളുകളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് മാരിയോ പറയുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യണമെന്നാണ് ക്ലിപ്പുകൾ അയച്ചു തരുന്ന എല്ലാവരും കത്തോലിക്കരാണ്. ഇവരെല്ലാം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. വാക്കുകൾക്ക് വ്യത്യാസം കാണും, പക്ഷെ ആശയം ഇത് തന്നെയാണ്. അച്ചാണി ഇല്ലാതെ തേര് മുച്ചാണ് ഓടില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? കത്തോലിക്ക മതത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്ര പരസ്യമായും ധൈര്യമായും സുലൈമാൻ തുർക്കി ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കത്തോലിക്ക മത നേതൃത്വത്തിന്റെ പിന്തുണ സുലൈമാൻ തുർക്കിക്കുണ്ട്. അങ്ങനെ ഒരു പിന്തുണ ഇല്ലാതെ കത്തോലിക്കരുടെ വേദികളിൽ ഇസ്ലാമിനെ പൊക്കി പറയാൻ സുലൈമാൻ തുർക്കി ധൈര്യപ്പെടില്ല. കത്തോലിക്കരെ കുറിച്ച് അവരുടെ നേതൃത്വത്തിനില്ലാത്ത വിഷമം എനിക്കെതിരാണ്. ഇടം കൊടുത്താൽ മഠം പിടുങ്ങുന്നവരാണ് ജിഹാദികൾ എന്നറിയാത്തവരല്ലല്ലോ ഈ മത നേതൃത്വം. കത്തോലിക്കർക്ക് ദോഷം വരുന്ന കാര്യത്തിനെ കത്തോലിക്ക നേതൃത്വം തടയട്ടെ, എനിക്കതിൽ എന്ത് കാര്യം? എനിക്കതിലെന്താ റോളുള്ളത്? റോളും ഇല്ല. ഇസ്ലാമിന്റെ ഭീഷണിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൽ കത്തോലിക്കരുമായി കുറച്ചു കാലം സഹകരിച്ചതിനുള്ള കൂലി എനിക്ക് സോഷ്യൽ മീഡിയയിലെ കത്തോലിക്കരിൽ നിന്ന് തന്നെ കഴിഞ്ഞ 2 കൊല്ലത്തിലധികമായി കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ജിഹാദികളിൽ നിന്നോ സംഘികളിൽ നിന്നോ നാസ്തികരിൽ നിന്നോ പോലും ഉണ്ടാകാത്ത തിക്താനുഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ കത്തോലിക്കരിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളതും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ കത്തോലിക്കരെ ബോധവൽക്കരിക്കാൻ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഒരു കല്ലിൽ തട്ടി ഒരു വട്ടം വീണാൽ പോരെ, എന്തിനാണ് പിന്നെയും അതേ കല്ലിൽ തട്ടി വീണ്ടും വീഴാൻ നിൽക്കുന്നത്? എനിക്കതിന് താല്പര്യമില്ല. അതുകൊണ്ട് ഓരോരുത്തർ അയച്ചു തരുന്ന വീഡിയോ ക്ലിപ്പുകൾ ഞാൻ പ്ലേ ചെയ്ത് കാണുമെന്നല്ലാതെ കൂടുതലൊന്നും ആ വിഷയത്തിൽ ചെയ്യാനുള്ള ഒരു മാനസിക പ്രേരണ എനിക്കുണ്ടായിരുന്നില്ല. സുലൈമാൻ തുർക്കിയുടെ വ്യാജ പ്രബോധനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള അജീഷ് ബ്രദറിന്റെ വീഡിയോയുടെ കീഴെ ഒരു കത്തോലിക്കനിട്ട കമന്റ് ഇങ്ങനെയാണ്: കത്തോലിക്ക സഭയെ പെന്തികൾ രക്ഷിക്കാൻ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന്. വേപ്പിൻ ഗുരുവിന് സാക്ഷി കാഞ്ഞിരക്കുരു എന്ന് പറഞ്ഞതുപോലെ സുലൈമാൻ തുർക്കിക്ക് വേണ്ടി വാദിക്കാൻ നടക്കുന്ന കത്തോലിക്കർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വെറുതെ എന്തിനാണ് അവന്മാരുടെ തെറി കേൾക്കാൻ നിൽക്കുന്നത് എന്ന് തോന്നിയത് കൊണ്ടും കൂടിയാണ് സുലൈമാൻ തുർക്കിക്ക് മറുപടി പറയാൻ ഞാനില്ല എന്ന് പറഞ്ഞ് മാറിയത്. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക സ്ഥിതി ഇതായിരുന്നില്ല. ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ പല സഹോദരന്മാരും സുലൈമാൻ തുർക്കിക്ക് മറുപടി കൊടുക്കണം എന്ന അഭിപ്രായക്കാരായിരുന്നു, പ്രത്യേകിച്ച് അജീഷ് ബ്രദറൊക്കെ. കാരണം ലവ് ജിഹാദിൽപ്പെട്ട ധാരാളം ഇരകളെ ആ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ് അജീഷ് ബ്രദർ. അതിനുവേണ്ടി രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുറെ വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ് അജീഷ് ബ്രദർ. ലവ് ജിഹാദിന്റെ ഇരകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കത്തോലിക്ക സ്ത്രീകളുമാണ്. അപ്പൊ അതുകൊണ്ടും കൂടി ആയിരിക്കണം അജീഷ് ബ്രദർ അങ്ങനെ ഒരു നിലപാടെടുത്തത്. കാരണം കുറെ പേരെയൊക്കെ അതിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ സുലൈമാൻ തുർക്കിയുടെ ഒക്കെ ഇപ്പോഴത്തെ ഈ പരിപാടി കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇനി ആളുകൾ പോവുകയുള്ളൂ. ഇസ്ലാമാണ് വലിയ സംഭവം എന്നുള്ള നിലയിൽ പുള്ളി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടിട്ട് പലരും അത് ശരിയാണെന്നുള്ളതല്ല അങ്ങോട്ടേക്ക് പോവുകയുള്ളൂ. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് അജീഷ് ബ്രദർ അങ്ങനെ ഒരു നിലപാടെടുത്തത്. എന്നാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളവും കണ്ടാൽ പേടിക്കും എന്നല്ലേ ചൊല്ല്. പൂച്ചയേക്കാൾ ബുദ്ധി എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഈ മാനത്തുകൂടി പോകുന്ന മാറാപ്പിന് ഏണി വെച്ച് മുതുക് കാട്ടേണ്ടതില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനില്ല, നിങ്ങൾ ആരെങ്കിലും മറുപടി കൊടുക്കുന്നെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അപ്പൊ അജീഷ് ബ്രദർ പറഞ്ഞു മാരിയക്കുള്ള മറുപടി അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതനുസരിച്ച് അജീഷ് ബ്രദർ സുലൈമാൻ തുർക്കിയുടെ ഒരു വീഡിയോ ക്ലിപ്പിന് മറുപടി ഇടുകയുണ്ടായി. മാരിയോ ജോസഫും നിക്കാഹും ഭാഗം 1 എന്ന പേരിൽ ആ വീഡിയോ അജീഷ് ബ്രദറിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കേട്ടു നോക്കാവുന്നതാണ്. അജീഷ് ബ്രദർ മറുപടി പറഞ്ഞ സുലൈമാൻ തുർക്കിയുടെ ആ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഇത് മറുപടി അർഹിക്കുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം. മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഇസ്ലാം മതമാണ് ഈ കാര്യം പറയുന്നത്. 1 സംരക്ഷണം, സമാധാനം. അതായത് വിവാഹം കഴിച്ചവന് സംരക്ഷണം ഉണ്ടാവുന്ന പറയുന്നത് കൂടുതൽ കിളിയായിരിക്കും. അവൻ എവിടെയെങ്കിലും തളർന്നാൽ നോക്കാൻ ഒരാള്, അവൻ എവിടെയെങ്കിലും കുടുങ്ങുമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ ഒരാള്, അത് സത്യമല്ലേ? ഒരു സംരക്ഷക കൂടെ ഉണ്ടെന്നുള്ളത്. 2 സുരക്ഷിതമായ ദാമ്പത്യം, സെക്സ്. വിവാഹം കഴിക്കാത്ത ആൾക്ക് സെക്സ് ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ കിട്ടും, പക്ഷെ സുരക്ഷ ഉണ്ടാവില്ല. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, രോഗങ്ങൾ, അപകടങ്ങൾ ഒരുപാടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മതത്തിലും സിലിബസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്യാസിമാരുണ്ട്, സന്യാസിനികളുണ്ട് എല്ലാ മതത്തിലും. ഇസ്ലാമിൽ മാത്രം ആ ഒരു സാധനം ഇല്ല. ലോകത്തിലുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാം, കന്യാസ്ത്രീമാരെ കാണാം, സ്വാമിമാരെ കാണാം, സാമിനിമാരെ കാണാം. ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സ് കൊടുത്താൽ സൃഷ്ടിച്ചത്. ഏതിനാ സെക്സ് ഇല്ലാത്ത? ആ പൂവിന് സെക്സ് ഉണ്ട്, പരാഗണം നടക്കണം. അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിനെതിരെ നിൽക്കുന്നത് പ്രകൃതിക്കെതിരെ നിൽക്കുന്നവനാണെന്നും പ്രകൃതിക്കെതിരെ നിൽക്കുന്നവൻ പ്രകൃതിയുടെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ച. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കെട്ടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഇസ്ലാം അവനെ എതിർക്കുന്നില്ല, അവനെ കാഫിറാന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ സെക്സ് ചെയ്യാതെ ജീവിച്ച സ്വർഗ്ഗത്തിൽ പോകുമെന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല. ചുരുക്കം 3 സേഫ് ചിൽഡ്രൻ. അതായത് വിവാഹം കഴിച്ചാൽ ഈ കൊച്ചുങ്ങളെ നോക്കാൻ ഒരു അപ്പനും അമ്മയും ഉണ്ടാവും. വിവാഹം കഴിക്കാതെ കണ്ടെടുത്തെല്ലാം മക്കളെ ഉണ്ടാക്കി നോക്കിയാൽ മക്കൾക്ക് സുരക്ഷിതമില്ലാത്ത പോയില്ലേ? ഒരു സൊസൈറ്റി തകർന്നു പോകില്ലേ? അപ്പൊ ഈ 3 കാരണം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം എന്നാണ്. കേട്ടല്ലോ, മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണം. പക്ഷെ ഇദ്ദേഹം ഈ പറയണത് തെറ്റാണ്. മക്കൾക്ക് പേരൻസ്, ഇദ്ദേഹം ഈ പറയുന്നത് മൊത്തം തെറ്റാണ്.
ആരെന്നറിയാമോ? ഈ മാരിയോ ജോസഫ് എന്ന സുലൈമാൻ. ഇസ്ലാം വിവാഹത്തിന് വെച്ചിരിക്കുന്നത് 4 മാനദണ്ഡങ്ങളാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഒന്നുമല്ല പ്രവാചകന്റെ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. 4 മാനദണ്ഡങ്ങൾ. 1, ആ പെണ്ണിന്റെ തറവാടിത്തം നോക്കണം, കുലമഹിമ. അതാണല്ലോ പ്രവാചകൻ ഖദീജയിൽ കണ്ടത്. അപ്പോ തന്തയും തള്ളയൊന്നും ഇല്ലാതെ ഓർഫനേജിലൊക്കെ വളരുന്ന കുട്ടികൾ, മാതാപിതാക്കൾ ഇല്ലാത്തവർ, അതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ തറവാടിത്തം നോക്കണം, കുലമഹിമ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ് ഇസ്ലാമില്. 2, സൗന്ദര്യമുള്ള പെണ്ണിനെ നോക്കണം. ആസ്വദിക്കണ്ടേ? നമ്മള് ഒന്ന് നോക്കിയാൽ നമുക്ക് സന്തോഷം പകരുന്ന പെണ്ണ്. അപ്പോൾ സൗന്ദര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 3, സമ്പത്താണ് പ്രവാചകൻ പറഞ്ഞത്. സമ്പത്ത് വേണം, ജീവിക്കണ്ടേ? സ്ത്രീധനത്തെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിച്ച ഒരു മതവും കൂടി ഇസ്ലാമാണ് എന്ന് പറയേണ്ടി വരും. ഇനി 4, മതം, ദീന് വേണം. ഈ 4 മാനദണ്ഡങ്ങളാണ് പ്രവാചകൻ പറഞ്ഞത്. അതായത് തറവാടിത്തം വേണം, സൗന്ദര്യം വേണം, സമ്പത്തു വേണം, മതം വേണം. ഇത് 4 ഉള്ള വ്യക്തിയായിരുന്നു ഖദീജ. ഖദീജ ഉന്നത തറവാടിയ. സമ്പത്താണെങ്കിൽ അതിന്റെ മുകളിലാണ്